നമസ്കാരം, എല്ലാവർക്കും യു വി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യു വി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു വിഷയത്തെ ആസ്പദമാക്കിയല്ല. യു വി വാർത്ത ടീം റിപ്പോർട്ട് ചെയ്ത പല വാർത്തകൾക്കും എന്താണ് അതിൻ്റെ നടപടി, എന്തെങ്കിലും സ്വീകരിച്ചോ, എന്തായി ആ വാർത്തയ്ക്ക് അപ്പുറമെന്ന് പലരും ചോദിച്ചിരുന്നു. അവരോടൊക്കെയുള്ള മറുപടി, യു വി വാർത്ത റിപ്പോർട്ട് ചെയ്ത പല വിഷയങ്ങളുണ്ട്. അതിൽ പലതിലും നടപടി സ്വീകരിക്കുകയുണ്ടായി, ചിലതിന് ഇപ്പോഴും നടപടി സ്വീകരിച്ചിട്ടില്ല. അതിൽ ഒന്നാമത്തെ വാർത്തയാണ് SNDPU സ്കൂളിൻ്റെ മുമ്പിൽ കുട്ടികൾ നടന്നു വരുന്ന വഴിയിലെ സ്ലാബ് പൊളിഞ്ഞ് അവിടെ അപകട സാധ്യത എന്ന വാർത്ത. അത് അവിടുത്തെ സ്ലാബെല്ലാം മാറ്റി അവിടെ പുതിയ സ്ലാബ് കൊണ്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ആ നടക്കാവ് പഴയ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അവിടെ നിന്ന് PKMCയിലേക്കുള്ള വഴിയിലേക്കുള്ള NSS കരയത്തിൻ്റെ അവിടെയുള്ള നായയുടെ ശല്യവും വേസ്റ്റ് കൊണ്ട് ഇടുന്നതും. അവിടെ ഇപ്പോൾ സ്വാഭാവികമായി വേസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്, പച്ചകളെല്ലാം വെട്ടി ക്ലിയർ ആക്കിയിട്ടുണ്ട്. അവിടെ വലിയൊരു മാറ്റം, ചെറിയൊരു മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് വാർത്തയുടെ ഒരു ഇടപെടലിൻ്റെ ഭാഗമാണ് എന്നത് യു വി വാർത്തയ്ക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എരൂർ റോട്ടിൽ ലേബറിൽ അവിടെ നിന്ന് അയ്യമ്പള്ളിക്കാവിലേക്ക് പോകുന്ന വഴിയിലേക്കുള്ള പെട്ടെന്ന് ഉണ്ടായ കാനയുടെ പണി ആ മഴക്കാലത്ത്, പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ 6-7 ദിവസം കൊണ്ട് തന്നെ അത് കാനയുടെ പണിയെല്ലാം തീർത്ത് അധികൃതർ അതിൻ്റെ വർക്കെല്ലാം തീർത്തിട്ടിരിക്കുകയാണ്. അതുപോലെ അവിടെ ആമയുടെ റൂട്ടിലേക്ക് പോകുന്ന ഒരു കലിങ്കിടിഞ്ഞത്, അവിടെ ഇപ്പോൾ സൈഡ് വരി കെട്ടാനുള്ള ഒരു തീരുമാനമായിട്ടുണ്ട്. അതിൻ്റെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു മാറ്റത്തിന്, ഒരു ചെറിയൊരു യൂട്യൂബ് ചാനൽ യു വി വാർത്തയ്ക്ക് അതിന് വലിയൊരു പ്രസക്തി ഉണ്ടെന്നും ഒരു സമൂഹം ഈ വാർത്തയെ കാണുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ശബ്ദമായി ഈ വാർത്തയ്ക്ക് മാറാൻ കഴിയുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ളത്. ഇനിയും ഈ വാർത്താ ചാനലിൻ്റെ പ്രസക്തി അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, സമൂഹത്തിൽ നല്ല രീതിയിലുള്ള സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ യു വി വാർത്ത ടീമിന് ഇനിയും സാധിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.